ഖാഫ എന്ന് പറഞ്ഞാൽ അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി എന്നുള്ളത് പറയാതെ പോകും. റബ്ബിനെ ഭയപ്പെടുക എന്നല്ല, തന്റെ റബ്ബിനെ അവിടെ ഒളിപ്പിച്ചു വെക്കണം. എനിക്ക് ഓരോരുത്തർക്ക് നമ്മള് ഓരോരുത്തരുടെയും റബ്ബിനെ മാറ്റി ഈ അള്ളാഹു എന്ന് പറയുന്ന റബ്ബിലേക്ക് നമ്മൾ എത്തണം. അതാണ് പറയുന്നത്. അതാണ് അമ്മാമൻ ഖാഫ മക്കാമ റബ്ബി. തന്റെ എന്ന് പറയും. അതാണ് അന റബ്ബുക്കുമുല്ല എന്ന് പറയല്ലോ. ആ ഞാനെന്ന റബ്ബിന്റെ ആ മക്കാമിനെ അവിടെ മൂടി വെക്കുകയും തന്റെ സ്വന്തം ഇച്ഛകളുടെ മനസ്സിന്റെ ഇച്ഛകളെ തടഞ്ഞു നിർത്തുകയും ചെയ്താൽ അവൻ പിന്നെ അറിവിന്റെ സ്വർഗത്തിലേക്ക്. അതാണ് അമ്മാമൻ ഖാഫ മക്കാമിഹി മക്കാമ റബ്ബിഹി വനഹന്നഫാനിൽ ഹവാന്നല്ല. അള്ളാഹു നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നതിനെ പേടിക്കുകയും മനസ്സിന്റെ ഇച്ഛകളെ തടയുകയും ചെയ്താൽ അവന് നാളെ പരലോകത്തിൽ സ്വർഗത്തിൽ ആയിരിക്കും അവന്റെ അഭയസ്ഥാനം എന്നല്ല. തന്റെ റബ്ബിനെ അന റബ്ബുക്കുമുല്ല അയലാന്നുണ്ട്. ഓരോരുത്തർക്കും ഒരു ഭാവമുണ്ട്. എന്റെ റബ്ബാണ് ഏറ്റവും ഉന്നതൻ. അല്ല, ഇതിനെ അള്ളാഹുവാണ് റബ്ബ് എന്ന അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. ഓരോരുത്തരുടെയും റബ്ബാണോ നല്ലത്, അതല്ല ഈ പ്രപഞ്ചത്തെ മുഴുവന്റെയും വ്യവസ്ഥയാവുന്ന എല്ലാ ജ്ഞാനത്തിന്റെയും ഉറവിടമാവുന്ന അള്ളാഹുവാണോ ഖൈറ് എന്ന ചോദ്യം യൂസുഫിന്റെ ചോദ്യം. അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ. ഓരോരുത്തരുടെയും റബ്ബുണ്ട്. ശംസ് റബ്ബായി കണ്ടു, കമറ റബ്ബായി കണ്ടു, കൗക്കബ് റബ്ബായി കണ്ടു, ഞാൻ തന്നെ റബ്ബായി കണ്ടു. ഈ റബ്ബുകളല്ല ഖൈറ്, മറിച്ച് അമില്ലാഹുൽ വാഹിദ് ഇതാണോ ഖൈറ്? അതല്ല ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അറിവിന്റെ ഉറവിടമായ അള്ളാഹുവാണോ ഖൈറെന്ന ഈ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മുടെ റബ്ബിനെ അവിടെ മൂടി വെക്കുക, തന്റെ ഇച്ഛകളെയും അവിടെ മൂടി വെക്കുക. എന്നിട്ട് വെച്ചാൽ അവൻ അള്ളാഹുവിന്റെ അറിവിന്റെ സ്വർഗമായിരിക്കും അവന്റെ അഭയസ്ഥാനം. പിന്നെ ഫൈനൽ ജന്നത ഹിയൽ മഅവ. അത് നല്ലൊരു പണ്ഡിതൻ ചോദിച്ച ചോദ്യമാണത്. നിങ്ങൾ പറഞ്ഞൊക്കെ മനസ്സിലായി, പക്ഷെ അമ്മാമൻ ഖാഫ മക്കാമ റബ്ബിഹി എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അവിടെ തന്റെ റബ്ബിനെ ഒളിപ്പിച്ചു വെക്കലാണ് ചോദിച്ചത്. അത് തന്നെ അർബാബും മുതഫരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ. അപ്പൊ ഫിറൗനിസത്തിന്റെ റബ്ബിനെ നമ്മൾ മൂടി വെക്കണം. സ്വന്തം താല്പര്യങ്ങളുടെയും സ്വന്തം ഇച്ഛകളുടെയും ഹവയാവുന്ന ഇലാഹിനെ അഫറായിത്ത മനിത്ത ഹവാഹു ഇലാഹു, തന്റെ ഹവയാവുന്ന ഇലാഹിനെ അവിടെ തടഞ്ഞു നിർത്തണം. അങ്ങനെ തടഞ്ഞു നിർത്തുകയും ചെയ്താൽ ഫൈനൽ ജന്നത ഹിയൽ, അതായിരിക്കും അവന്റെ, പിന്നെ അവന് ജന്നത്തുൽ മഹബ്ബത്തി വൽ മഅരിഫത്തി ആയിരിക്കും അവന്റെ മഅവ, അവന്റെ അഭയകേന്ദ്രം.